അടയൊക്കെ ഉണ്ടാക്കി കഴിക്കാറുണ്ടല്ലേ. വളരെ ടേസ്റ്റ് കൂട്ടാനായിട്ട് സഹായിക്കുന്ന ഒരു ഇലയാണ്. നമ്മൾ ഏതൊരു വിഭവത്തിലിട്ടാലും വളരെ ടേസ്റ്റ് എൻഹാൻസ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു ഇലയാണ് പട്ടയുടെ ഇല. പട്ടയും നമ്മളുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്, അതുപോലെ തന്നെ അതിൻ്റെ ഇലയും വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ സിമ്പിൾ ടിപ്സ് ഈസി ലൈഫിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നമുക്ക് നമ്മളുടെ വീഡിയോയിലേക്ക് പോകാം. ഇതുപോലെ നമ്മൾ ഉപയോഗിക്കാതെ എടുത്തു വെച്ചേക്കുന്ന ജാറുകൾ ഉണ്ടാവുമല്ലോ, ആ ജാറുകൾ പിന്നെ എടുക്കുമ്പോൾ ഒരു പൂത്ത മണം ഉണ്ടാവില്ലേ, അല്ലെങ്കിൽ നമ്മൾ അച്ചാർ മസാലകൾ ഇട്ട് വയ്ക്കുന്ന ആ ഒരു ജാറിന് ആ ഒരു സ്മെല്ല് പോയി കിട്ടുവാനും ഈ ഒരു ഇല ഇതുപോലെ ഇട്ട് വെച്ചാൽ വളരെ നല്ലത്. പെട്ടെന്ന് നിങ്ങൾക്ക് ആയി കിട്ടണമെങ്കിൽ ഒന്ന് അത് കത്തിച്ചതിന് ശേഷം ഒന്ന് ഇട്ട് കൊടുത്ത് അതിൻ്റെ ഒരു പുക വരുത്തിച്ചാൽ ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ അതിൻ്റെ ഒരു ബാഡ് സ്മെല്ല് പോയി കിട്ടും. അതുപോലെ തന്നെ കാസ്ട്രോളിലും നമ്മൾ ഉപയോഗിക്കാത്ത നമ്മളുടെ ഫ്ലാസ്കിലും എല്ലാം ഈ ഒരു ഇല ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എപ്പോൾ എടുത്താലും നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കുന്നതാണ് കേട്ടോ. ഞാനൊരു മിക്സി എടുത്തിട്ടുണ്ട്. ഒരു 5-6 ഇല, 5-8 ഇല നിങ്ങൾ എടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് കഷ്ണിച്ചിട്ട് കൊടുക്കുക കേട്ടോ. നിങ്ങൾക്ക് എത്രത്തോളമാണ് വേണ്ടത് അത്രത്തോളം നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. നമ്മൾ ഇത് കൂടുതൽ ഉണ്ടാക്കി വെച്ചാൽ അത്രയും നല്ലതാണ്. ഒരു നുള്ളു ഉപ്പും അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ നമ്മളുടെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളിതൊരു ഐസ് ട്രേയിൽ ഒഴിച്ചു കൊടുത്ത് നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് സാധിക്കുന്നതാണ്. നമുക്ക് എപ്പോഴും ഈ ഒരു ഇല കിട്ടണമെന്നില്ലല്ലോ. അപ്പോൾ കിട്ടുമ്പോൾ നിങ്ങൾ ഇതുപോലെ ചെയ്ത് വെക്കുക. അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും പറമ്പിൽ പോയി പറിക്കണ ഒരു ബുദ്ധിമുട്ട് അതൊക്കെ ഒഴിവാക്കാനായിട്ട് ഇതുപോലെ ചെയ്തു വെച്ചാൽ വളരെ നല്ലതാണ്. ഇനി ഇത് എന്തിനൊക്കെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കുമെന്ന് പറഞ്ഞു തരാം കേട്ടോ. വളരെ യൂസ്ഫുള്ളാണ്. നമ്മളുടെ കയ്യിലുണ്ടാവുന്ന റാഷസ്, അതുപോലെ നമ്മൾ കുറേ ജോലിയൊക്കെ എടുക്കുന്നതുകൊണ്ട് തന്നെ നമ്മളുടെ കൈയുടെ ഒരു സോഫ്റ്റ്നെസ് ഒക്കെ പോകൂലേ, അതൊക്കെ വീണ്ടെടുക്കാനായിട്ട് ഇത് സഹായിക്കുന്നതാണ്. നല്ലൊരു സ്മൂത്തായിട്ട് കൈ വരുവാനായിട്ട് സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ഹറിബറിയിൽ പുറത്തേക്ക് പോകുന്ന സമയങ്ങളിൽ നമ്മൾ അടുക്കളയിലൊക്കെ മീനും സവാളയൊക്കെ മുറിച്ചതിനൊരു ബാഡ് സ്മെൽ ഉണ്ടാവില്ലേ, അത് കളയുവാനും നമ്മളിപ്പോൾ മീനൊക്കെ മുറിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കൈയുടെ സ്മെല്ല് പോകുന്നില്ല, നമ്മൾ ചാളയൊക്കെ മുറിച്ചതിന് സ്മെല്ല് പോകാൻ വളരെ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ ഈ ഒരു ഐസ് ക്യൂബ് എടുത്തിട്ട് കയ്യിൽ നല്ലതുപോലെ റബ്ബ് ചെയ്ത് കഴുകിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ ആ ഒരു സ്മെല്ല് പോയി കിട്ടുവാനായിട്ട് സഹായിക്കും. അതിനോടൊപ്പം തന്നെ നമ്മളുടെ കൈയുടെ ആ ഒരു എന്താ പറയുക ഭംഗി നിലനിർത്താനായിട്ട് സഹായിക്കുന്നതാണ് കേട്ടോ. നല്ലൊരു സ്മൂത്തായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കാനായിട്ട് സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ മീനൊക്കെ മുറിക്കുമ്പോൾ ആ മീനിൻ്റെ ആ ഒരു സ്മെല്ല് ആർക്കും ഇഷ്ടമല്ലല്ലേ. അപ്പോൾ ഇതുപോലെ ഒരു ഇല എടുത്തിട്ട് ഇതുപോലെ നമ്മൾ കൈകൊണ്ട് നിരടിയിട്ട് ഇതുപോലെ ഒരു 5 മിനിറ്റ് ഒരു 2-3 മിനിറ്റ് വെച്ചതിന് ശേഷം കുറച്ച് ഉപ്പ് കൂടി ചേർക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. വെച്ചതിന് ശേഷം നമ്മൾ കഴുകിയെടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു സ്മെല്ല് പോകും. അപ്പോൾ ഇനി ഇല എടുക്കാതെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ഐസ് ക്യൂബ് ഒരെണ്ണം ഇട്ട് കൊടുത്ത് ഒരു 2 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം കഴുകിയെടുത്തു കഴിഞ്ഞാൽ ആ മീനിൻ്റെ ഉളുമ്പ് മണം പോകും. നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ ആ ഒരു സ്മെല്ല് ഉണ്ടാവില്ല, ടേസ്റ്റ് കൂടുവാനും സഹായിക്കും കേട്ടോ. അതുപോലെ നമ്മൾ മീറ്റൊക്കെ കുക്ക് ചെയ്യുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടുവാനും സോഫ്റ്റ് ആകുവാനും ടേസ്റ്റ് കൂട്ടുവാനും ഈ ഒരു ഇലയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. കടലയൊക്കെ വേവിക്കുമ്പോൾ ഒരില നമ്മൾ ഇത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് വെന്ത് കിട്ടുന്നതാണ് കേട്ടോ. ചെയ്ത് നോക്കുക. കടലയല്ല ഏതൊരു സാധനവും നമ്മൾ മീറ്റ് ആകട്ടെ എന്താണെങ്കിലും നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കുക. അടുത്തായിട്ട് ഒരു 5-6 ഇല ഞാൻ മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് കഞ്ഞിവെള്ളം, ഉപ്പിടാത്ത കഞ്ഞിവെള്ളം ഒഴിച്ച് നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതുകൊണ്ട് മുടി കഴുകിക്കഴിഞ്ഞാൽ മുടി കൊഴിച്ചിൽ, മുടി വിണ്ട് കീറി ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് വരിക, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടാനായിട്ട് വളരെ നല്ലതാണ്. ഇത് നിങ്ങൾക്ക് 2 ദിവസം കൂടുമ്പോൾ നിങ്ങൾക്ക് കഞ്ഞിവെള്ളത്തിലുള്ള ഇങ്ങനെ ചെയ്തെടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ ഉപയോഗിക്കുന്ന എണ്ണ ഏതാണോ അതും കുറച്ച് ഷാമ്പൂ കൂടെ മിക്സ് ചെയ്തിട്ട് തല നല്ലതുപോലെ കഴുകിക്കഴിഞ്ഞാൽ വളരെ എഫക്റ്റീവായിട്ടുള്ള നല്ലൊരു ഹോം റെമഡി ആട്ടോ. മുടിയുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ്. അതുപോലെ കഞ്ഞിവെള്ളത്തിൻ്റെ ബാഡ് സ്മെൽ ഉണ്ടാവുന്നൊന്നും ഒരു പ്രശ്നവുമില്ല. നല്ല രീതിയിൽ തന്നെ മുടി വളരുകയും ചെയ്യും, മുടി കറുക്കുകയും ചെയ്യും കേട്ടോ. ആകാരം നരയൊക്കെ മാറ്റാൻ വളരെ നല്ലതാണ്. ഇനി ഞാനൊരു ഈ ഗ്രൈൻഡറിൻ്റെ വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഞാനിത് വിശദമായി പറയുന്നില്ല. നമ്മളെ വീട്ടിൽ അത്യാവശ്യമായിട്ട് വേണ്ട ഒരു ഗ്രൈൻഡർ തന്നെയാണ് ഇത്. വളരെ നല്ല രീതിയിൽ പെട്ടെന്ന് തന്നെ നമുക്ക് മസാലകളൊക്കെ പൊടിച്ചെടുക്കാനായിട്ട് സാധിക്കും. നമ്മൾ മിക്സി ഉപയോഗിക്കുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ മസാല പൊടിച്ചു കഴിഞ്ഞാൽ വേറെ ഒന്നിനും നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കില്ല. പിന്നെ നല്ലതുപോലെ പൊടിഞ്ഞ് കിട്ടില്ല. നമുക്ക് മല്ലി മുളകൊക്കെ ഇതിൽ പൊടിച്ചെടുക്കാവുന്നതാണ്. ആ വീഡിയോ കണ്ടാൽ അതിൽ വിശദമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ ഒരു ഗ്രൈൻഡറിലേക്ക് ഒരു 5-6 ഇല ഇട്ടിട്ട് നല്ലതുപോലെ തന്നെ നല്ല ഫൈൻ പൗഡറായിട്ട് കിട്ടിയിട്ടുണ്ട്, കണ്ടില്ലേ. അടുത്തായിട്ട് നമുക്ക് വേണ്ടത് ഗ്രാമ്പു ആണ് കേട്ടോ. ഗ്രാമ്പു ഒരു 5-6 എടുത്തിട്ടുണ്ട്. അത് നല്ലപോലെ പൊടിച്ചെടുത്തേക്കുന്നതാണ് കേട്ടോ. നേരത്തെ ഓൾറെഡി ഞാൻ കുറച്ചധികം പൊടിച്ചു വെച്ചേക്കുന്നത്
ഒരു നുള്ള് മാത്രം ഗ്രാമ്പൂടെ പൊടിയും ഒരു 1/4 ടീസ്പൂൺ നമ്മളുടെ പട്ടയുടെ ഇല പൊടിച്ചതും കൂടെ ചേർത്ത് അതിലേക്ക് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒരു നുള്ള് ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യുക. ഒരു നുള്ള് വെള്ളം മാത്രം ഒഴിച്ചാൽ മതി. ഒരു 2 സെക്കൻഡ് നമ്മൾ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോഴത്തേക്കും ഇതുപോലെ ജെല്ലി ആയിട്ട് കിട്ടും. നമുക്കൊരു പേസ്റ്റ് രൂപത്തിൽ തന്നെ നമുക്കിത് കിട്ടുന്നതാണ്. നമ്മൾ ഉപയോഗിക്കുമ്പോൾ അപ്പം ചെയ്തെടുക്കുന്നതാണ് നല്ല റിസൾട്ട് കിട്ടുന്നത് കേട്ടോ. ഇത് നമുക്ക് കൈകൊണ്ട് തേച്ച് നമ്മളുടെ മോണയിൽ പിടിപ്പിച്ച് ഒരു 2 സെക്കൻഡ് വെച്ച് കഴുകിക്കഴിഞ്ഞാൽ നമുക്കുണ്ടാവുന്ന പല്ല് വേദന, അതുപോലെ തന്നെ ഇതുപോലെ വായ്പുണ്ണ് വരിക, അതുപോലെ നമ്മളുടെ പല്ലിൻ്റെ കളർ നിലനിർത്താനായിട്ട് മഞ്ഞ കളറൊക്കെ പോയി നല്ല വെണ്മയോടുകൂടി ഇരിക്കുവാനായിട്ട് ആഴ്ചയിൽ ഒരു ദിവസം നിങ്ങൾ ഇത് ചെയ്യാട്ടെ. അതുപോലെ പല്ലുവേദനയൊക്കെ ഉള്ള സമയങ്ങളിൽ നിങ്ങൾ ഇതൊന്ന് തേച്ച് വെച്ച് ഒരു 2 മിനിറ്റ് നിങ്ങളൊന്ന് റെസ്റ്റ് ചെയ്തിട്ട് വായി കഴുകിക്കളഞ്ഞാൽ വെള്ളം കൊപ്പിളിച്ച് കളഞ്ഞാൽ തന്നെ നിങ്ങളുടെ പല്ലുവേദനക്ക് ഒരു 50% നിങ്ങൾക്ക് കുറവ് കിട്ടുന്നതാണ് കേട്ടോ. നിങ്ങൾക്ക് കൈകൊണ്ട് റബ്ബ് ചെയ്യാനായിട്ട് മടിയാണെങ്കിൽ ബ്രഷ് കൊണ്ട് നമുക്ക് ഇത് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ചെയ്യാവുന്നതാണ്. കുട്ടികൾക്ക്, വളരെ ചെറിയ കുട്ടികൾക്കൊന്നും ചെയ്യാൻ പാടില്ല. 5 വയസ്സിന് മേലുള്ള കുട്ടികൾക്ക് പല്ലുവേദന, അതിൽ പുഴു വരിക പല്ലിൽ, അതൊക്കെ ഉള്ളവർക്ക് ഒരു നുള്ള്, അധികമൊന്നും എടുക്കരുത്, ഒരു നുള്ള് മാത്രം എടുത്തിട്ട് അവർക്ക് ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ലതാണ് കേട്ടോ. അടുത്തതായിട്ട് ഞാനൊരു മൺവിളക്ക് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈ ഒരു പട്ടയുടെ ഇല പൊടിച്ചത് നല്ല ഫൈനായിട്ട് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാവുന്നതാണ്. അതുപോലെ തന്നെ ഗ്രാമ്പൂ പൊടിച്ചതും ഒരു നുള്ള് ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ മേളിലേക്ക് നമ്മൾ കർപ്പൂരം വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഇത് സന്ധ്യ സമയങ്ങളിൽ കത്തിച്ച് കഴിഞ്ഞാൽ നമ്മളുടെ വീട്ടിലുള്ള കൊതുകിൻ്റെ ശല്യം മാറിക്കിട്ടും. അത് നല്ലത് തന്നെ. പക്ഷേ അതിനേക്കാൾ കൂടുതൽ നമുക്ക് നമ്മളുടെ ഈ ഒരു പട്ടയുടെ ഒരു സ്മെല്ല് നമ്മളുടെ ശരീരത്തിൽ നമ്മളുടെ നാഡീനരമ്പുകളുടെ പ്രവർത്തനം നല്ല രീതിയിലാകുവാനും ആങ്സൈറ്റി കുറക്കുവാനൊക്കെ സഹായിക്കുന്ന ഒരു സാധനമാണ് നമ്മളുടെ പട്ടയുടെ ഇല. അപ്പോൾ ആ ഒരു പട്ടയുടെ ഇലയുടെ ഒരു നേരിയൊരു സ്മെല്ല് നമുക്ക് കിട്ടുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു പോസിറ്റീവ് എനർജി വേറെ തന്നെയാണ്. അതുപോലെ തന്നെ കർപ്പൂരം വളരെ ഗുണകരമായിട്ടുള്ള ഒരു സാധനമാണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും ഇതുപോലെ ചെയ്തതിനെ നമ്മൾ മൈൻഡ് റിലാക്സ് ആകാനും അതുപോലെ ഒരു പോസിറ്റിവിറ്റി നമ്മളുടെ വീട്ടിലുണ്ടാകുവാനും സഹായിക്കുന്നതാണ് കേട്ടോ. കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 5-6 പട്ടയുടെ ഇല ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇത് ആഴ്ചയിൽ ഒരു ദിവസവും അല്ലെങ്കിൽ നമുക്ക് എന്നും ചെയ്യാൻ പറ്റിയ അത്രയും നല്ലതാണ്. നമ്മളുടെ ശരീരത്തിലുണ്ടാകുന്ന വേർപ്പിൻ്റെ ഒരു മണം, ബാഡ് സ്മെല്ല്, അതുപോലെ തന്നെ നമുക്ക് മൈൻഡ് റിലാക്സ് ആകാനും ജോയിൻറ്റ് പെയിൻ ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടുവാനും ഒക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പാണ് കേട്ടോ ഇത്. നമ്മൾ കുളിക്കുന്ന സമയത്ത് ഈ ഒരു വെള്ളം നമ്മൾ ലാസ്റ്റായിട്ട് ശരീരത്തിലേക്ക് ഒഴിച്ച് നമ്മൾ ഇറങ്ങുകയാണെങ്കിൽ മുടിക്കാണെങ്കിലും ശരീരത്തിനാണെങ്കിലും മൈൻഡിനാണെങ്കിലും വളരെ റിലാക്സ് നൽകുന്നതാണ് കേട്ടോ. അടുത്തായിട്ട് നമ്മൾ ഇതുപോലെ ഈ വെള്ളം തിളപ്പിച്ചത് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് മുക്കി വെക്കുന്ന ഒരു ചൂടിൽ നമ്മൾ ഇതുപോലെ കാല് വെച്ച് ഇതാക്കി കഴിഞ്ഞാൽ കാലിലുണ്ടാവുന്ന വിണ്ട് കീറൽ, അതുപോലെ ഫംഗൽ ഇൻഫെക്ഷൻസ് മാറുവാനും അതുപോലെ തന്നെ കുഴിനകം വരിക അങ്ങനെയുള്ള പ്രോബ്ലം, അതുപോലെ സൺ ടാൻ കൊണ്ടുള്ള നമ്മളുടെ കാലൊക്കെ കറുത്തിരിക്കില്ലേ, അതൊക്കെ മാറിക്കിട്ടാനായിട്ട് വളരെ നല്ലതാണ് കേട്ടോ. നിങ്ങൾ സമയം കിട്ടുമ്പോൾ അതുപോലെയൊക്കെ ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു വെള്ളം നിങ്ങൾ കുടിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഇലയിട്ട് തിളപ്പിച്ച വെള്ളം ഒരു ദിവസത്തിൽ 1 ഗ്ലാസ് മാത്രമേ നിങ്ങൾ കുടിക്കാവുള്ളൂ. അധികമൊന്നും നമ്മൾ എടുക്കരുത്. നമ്മളുടെ ഷുഗർ കൺട്രോൾ ചെയ്യാനും കൊളസ്ട്രോൾ മാറുവാനും പ്രഷർ ലെവലാക്കുവാനും അതുപോലെ തന്നെ നമ്മളുടെ ഡിപ്രഷൻ മാറുവാനായിട്ടൊക്കെ വളരെ നല്ലതാണ് കേട്ടോ. പല പഠനങ്ങൾ ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് അത് മനസ്സിലാക്കി ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണ്. നമുക്ക് മൈൻഡ് റിലാക്സേഷനൊക്കെ വളരെ നല്ലതാണ്. നമ്മുടെ തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നല്ലതാകാനായിട്ട് അധികം കഴിക്കാൻ പാടില്ല. 1 ഗ്ലാസ്സിൽ മേലെ നിങ്ങൾ കഴിക്കരുത് കേട്ടോ. അടുത്തതായിട്ട് നമ്മളുടെ പട്ടയുടെ ഇല പൊടിച്ച് എടുത്ത് വെച്ചതിലേക്ക് കുറച്ച് ഒരു വെള്ളം ഇതൊന്ന് മിക്സാക്കാനുള്ള വെള്ളം ചേർത്തതിന് ശേഷം നമുക്ക് എന്തെങ്കിലും പ്രാണികളൊക്കെ കടിച്ചിട്ട് റാഷസ് വരില്ലേ, നമ്മളെ സ്കിന്നിൽ റാഷസ് വരില്ലേ, ആ സമയങ്ങളിൽ നമ്മൾ ഇതൊന്ന് പുരട്ടി കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് മാറിക്കിട്ടുന്നതായിട്ട് കാണാനായിട്ട് സഹായിക്കുന്നത് കേട്ടോ. ഇത് വളരെ ഉപയോഗപ്രദമായ ഒരു ഇലയാണ്. നമ്മളെ വീട്ടിൽ ഒരു ചെടിയെങ്കിലും ഇതിൻ്റെ വെച്ച് പിടിപ്പിക്കണം. വളരെ സിമ്പിളായിട്ട് വളരുന്ന ഒരു ചെടിയാണ്. അതുപോലെ മുഖക്കുരു വന്നിട്ട് ഇങ്ങനെയുള്ള പാടുകൾ, അതുപോലെ ചുളിവുകൾ, അതുപോലെ സൺ ടാൻ കൊണ്ടിട്ട് നമ്മളുടെ സ്കിന്ന് ഫെയ്ഡ് ആകുക, അങ്ങനെയുള്ള
പ്രോബ്ലംസിനൊക്കെ ഈ ഒരു പാക്ക് വളരെ നല്ലതാണ്, ചെയ്തു നോക്കാം. അടുത്തതായിട്ട് നമ്മൾ വീട്ടിൽ എപ്പോഴെങ്കിലുമൊക്കെ നമ്മളെ വീട്ടിൽ ഇതുപോലെ ചോറ് ബാക്കി വരാറുണ്ട് അല്ലേ. അപ്പം നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്യുക കേട്ടോ. ഒരു കണ്ടെയ്നർ എടുക്കുക, അതിലേക്ക് നമ്മൾ ഈ ഒരു ബാക്കി വന്ന ചോറ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളിത് ഫ്രീസറിൽ ഒരു ദിവസം എന്താണെങ്കിലും മസ്റ്റായിട്ട് വെക്കണം. 2 ദിവസം ഇരുന്നാൽ അത്ര നല്ലത് കേട്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് വൈകുന്നേരങ്ങളിലോ അല്ലെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്ത് ചെയ്യുമെന്ന് ചിന്തിക്കുന്ന സമയത്ത് ഈ ഒരു ചോറ് ഫ്രീസറിലുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് എടുത്ത് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പം ഞാൻ ഇതൊന്ന് പുറത്ത് വെച്ച് അതിൻ്റെ ഐസ് ഫുള്ളായിട്ട് പോയതിന് ശേഷം നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ കഴുകിയെടുക്കുക. ഒറ്റ വെള്ളത്തിൽ മാത്രം കഴുകിയെടുക്കാവുള്ളൂ, കുറേ പ്രാവശ്യം കഴുകിയെടുക്കേണ്ട കാര്യമില്ല. നമ്മൾ നേരത്തെ വേവിച്ച് ക്ലീൻ ആയിട്ടിരിക്കുന്ന ഒരു ചോറാണല്ലോ, അപ്പോൾ അത് നമ്മൾ കുറേ പ്രാവശ്യം വെള്ളത്തിലിട്ട് അത് അങ്ങനെ കഴുകേണ്ട കാര്യമില്ല. ഒറ്റ പ്രാവശ്യം മാത്രം ഇതുപോലെ ഒന്ന് കഴുകിയിട്ട് നല്ലതുപോലെ വെള്ളം ഊറ്റിയെടുക്കണം. ഒരു തരി വെള്ളം പാടില്ല. അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന മിക്സിയിലും തരി വെള്ളം പാടില്ല കേട്ടോ. നല്ല രീതിയിൽ തന്നെ കഴുകിയെടുക്കണം. എന്നിട്ട് നമ്മൾ ഒരു കോട്ടൺ തുണിയിൽ നമുക്ക് വെള്ളം പിഴിഞ്ഞ് കളയാൻ പറ്റുമെങ്കിൽ അത്ര നല്ലത് കേട്ടോ. അല്ലെങ്കിൽ അരിപ്പയിൽ വെച്ചിട്ട് ഒരു സ്പൂൺ വെച്ച് നല്ലതുപോലെ അമ്മയ്ക്ക് അതിലെ വെള്ളം ഫുള്ള് കളയുക. അതുപോലെ അടിക്കുന്ന മിക്സിയിൽ ഒട്ടും വെള്ളമില്ലാതെ എടുക്കുക. എന്നിട്ട് ഇതൊന്ന് ഇട്ട് കൊടുത്ത് ഒന്ന് പൾസ് ചെയ്തെടുക്കാവുള്ളൂ. കുറേ സമയമിട്ട് അടിച്ചൊന്നും എടുക്കരുത്. പൾസ് മോഡിൽ 1-2 പ്രാവശ്യം നമ്മൾ ഇതൊന്ന് കറക്കിയാൽ മാത്രം മതി. അപ്പോൾ നമുക്ക് നല്ല അടിപൊളിയായിട്ട് നമ്മളുടെ പുട്ട് പൊടി നമ്മൾ നനച്ചെടുക്കുന്ന ആ ഒരു രീതിയിൽ അരഞ്ഞൊന്നും പോകൂല. ഇങ്ങനെ പുട്ടുപൊടി പോലെ ഇങ്ങനെയൊക്കെ ആയി കിട്ടുന്നതാണ്. അപ്പം നമ്മൾ ഓൾറെഡി ഇത് ചോറ് നമ്മൾ ഉപ്പിട്ട് വേവിച്ചതാണെങ്കിൽ ഒരിക്കലും ഉപ്പിടേണ്ട ആവശ്യമില്ല. അല്ല, നമ്മൾ ഉപ്പിടാണ്ട് ചോറ് വേവിക്കുന്നവരാണെങ്കിൽ ഈ അടിക്കുന്ന സമയത്ത് തന്നെ കുറച്ച് ഉപ്പ് കൂടി മിക്സ് ചെയ്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതിൽ വേറെ ഒന്നും ചേർക്കേണ്ട കാര്യമില്ല. ഇതുപോലെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഈ ഒരു ഇല, പട്ടയുടെ ഇല ഇതുപോലെ നിരത്തി വെച്ചോ, ഏത് പാത്രത്തിലാണോ ആ പാത്രത്തിലേക്ക് നിരത്തി വെച്ച് കുറച്ചധികം തേങ്ങ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ പൊടി ഇതിൻ്റെ മേലിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് വളരെ സിമ്പിളായിട്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് ഒരു ആവിയിലൊരു 5 മിനിറ്റ് മാത്രം വെച്ചാൽ മതി കേട്ടോ. നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഈ ഒരു പാത്രം ഇല്ല എന്ന് വെച്ചൊന്നും കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഏത് ഷേപ്പിനാണോ ഏത് പാത്രത്തിലാണോ വെക്കാൻ പറ്റുന്നത് ആ ഒരു പാത്രത്തിൽ, അല്ലെങ്കിൽ നമ്മൾ ഇഡ്ഡലി തട്ടിൻ്റെ മുകളിൽ വെക്കുന്ന ആ ഒരു ഇടിയപ്പത്തിൻ്റെ ആ ഇഡ്ഡലി പോലെ ആക്കി എടുത്താലും വളരെ നല്ലതാണ് കേട്ടോ. ആ ഒരു ഷേപ്പിന് നമുക്ക് കിട്ടുന്നതാണ്. ഇപ്പോൾ ഞാനിത് എളുപ്പപ്പണിക്കാണ് ഒറ്റ പാത്രത്തിലിട്ടിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് 5 മിനിറ്റ് ആവി കയറ്റി വയ്ക്കുക. അതിനുശേഷം നമ്മളെടുത്ത് ഉപയോഗിക്കുക കേട്ടോ. വളരെ ഈ ഒരു ഇലയുടെ ടേസ്റ്റ് നല്ല രീതിയിൽ ആ ഒരു പൊടിയിലേക്ക് വന്നിട്ടുണ്ടാകും. നമുക്ക് വെറുതെ പഞ്ചസാര ഇട്ട് കഴിച്ചാൽ പോലും വളരെ ടേസ്റ്റാണ്. ഇല്ല, നിങ്ങൾക്ക് പഞ്ചസാര ഇടാൻ താല്പര്യമില്ലാത്തവരാണെങ്കിൽ ഏത് കറീൻ്റെ ഒപ്പം, കടലക്കറി ആകട്ടെ, മുട്ടക്കറി ആകട്ടെ, അല്ലെങ്കിൽ നമ്മളുടെ ചെറുപയറും പപ്പടവും അല്ലെങ്കിൽ പുട്ടും ഇതുമായിട്ടൊക്കെ കഴിക്കാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ള, കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും കേട്ടോ. സ്റ്റിക്കി ആയിട്ടൊന്നും ഇരിക്കില്ല. നമ്മളെ പുട്ട് എങ്ങനെയാണ് ഇരിക്കുന്നത് അതുപോലെ തന്നെ ഇരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ കുറേ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ദീർഘിപ്പിക്കുന്നു എൻ്റെ വീഡിയോ എന്ന്. ഞാൻ മനഃപൂർവ്വമല്ല, എൻ്റെ ഒരു അവതരണ ശൈലി ഇതുപോലെയാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.